ChatGPT പോലുള്ള AI ചാറ്റ് ബോട്ടുകളിൽ, ഓട്ടോണമസ് വാഹനങ്ങളിൽ, ജനറ്റിക് ഡിസീസ് കണ്ടുപിടിക്കാനായി ഹെൽത്ത് കെയർ സെക്ടറിൽ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് മെഷീൻ ലേണിംഗ്. ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ പ്രൊഡക്ട്സ് ശുപാർശ ചെയ്യാൻ, സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട് സജഷന്, യൂട്യൂബിൽ നെക്സ്റ്റ് വീഡിയോ നിർദ്ദേശിക്കാൻ എല്ലാം മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നു. മെഷീൻ ലേണിംഗിലെ അടിസ്ഥാന ആശയങ്ങൾ കുറച്ച് വീഡിയോകളിലൂടെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്കൂൾ ലെവൽ മാത്തമാറ്റിക്സും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അറിയാവുന്നവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആദ്യമായി നമുക്ക് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ പ്രോഗ്രാം ഡാറ്റയിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന, പഠിക്കുന്ന, ലേൺ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ടെക്നോളജിയാണ് മെഷീൻ ലേണിംഗ്. ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴോ അനുസരിക്കേണ്ട നിയമം, റൂൾ ഡയറക്റ്റായി പ്രോഗ്രാമിൽ എഴുതുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇതിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അരിതമെറ്റിക് എക്സ്പ്രഷൻസോ ഒക്കെ ഉപയോഗിക്കാം. ഓരോ സാഹചര്യത്തിലും എന്താണോ ചെയ്യേണ്ടത് അത് വ്യക്തമായി ഡയറക്റ്റായി പ്രോഗ്രാമിൽ എഴുതിയിരിക്കും. എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിങ്ങിന് ചില ഉദാഹരണങ്ങൾ പറയാം. ഒരു നമ്പർ ഒറ്റസംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ അല്ലെങ്കിൽ ഓഡാണോ ഈവൺ ആണോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള നിയമം നമുക്കറിയാം. 2 കൊണ്ട് വിഭജിക്കുമ്പോൾ ശിഷ്ടം റിമൈൻഡർ ഇല്ലെങ്കിൽ അത് ഇരട്ടസംഖ്യയാണ്, ശിഷ്ടമുണ്ടെങ്കിൽ അത് ഒറ്റസംഖ്യയാണ്. ഈ നിയമം ഉപയോഗിച്ച് ഒരു നമ്പർ ഇരട്ടസംഖ്യയാണോ ഒറ്റസംഖ്യയാണോ എന്ന് പറയുന്ന പൈത്തണിൽ എഴുതിയ പ്രോഗ്രാമാണ് ഈ കാണുന്നത്. അതുപോലെ ഒരാളുടെ വയസ്സ് 18-ന് മുകളിലാണെങ്കിൽ അയാൾ മേജറാണ്, 18-ൽ കുറവാണെങ്കിൽ മൈനറാണ് എന്ന് നമുക്കറിയാം. ഈ നിബന്ധന ഉപയോഗിച്ച് ഒരാൾ മേജറാണോ മൈനറാണോ എന്ന് പറയുന്ന പൈത്തൺ കോഡാണ് ഇത്. റേഡിയസ് ഉപയോഗിച്ച് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് 2πr. ഇതുപയോഗിച്ച് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ഇത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ 2 ഉദാഹരണങ്ങളിലും ചെക്ക് ചെയ്യേണ്ടുന്ന നിബന്ധന അല്ലെങ്കിൽ കണ്ടീഷൻ നമുക്കറിയാം. മൂന്നാമത്തെ ഉദാഹരണത്തിലാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമുല നമുക്കറിയാം. ഈ അറിവ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്തതിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഈ ഫോർമുല അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ അറിയില്ല എന്നിരിക്കട്ടെ. നമുക്ക് വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയില്ല. പക്ഷേ കുറേയധികം വൃത്തങ്ങളുടെ റേഡിയസും ചുറ്റളവും അളന്ന് രേഖപ്പെടുത്തിയ ഒരു സ്പ്രെഡ്ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് ഫോർമുല അറിയില്ലെങ്കിൽ പോലും വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന രീതിയാണ് മെഷീൻ ലേണിംഗിൽ ഉപയോഗിക്കുന്നത്. മുൻപ് പറഞ്ഞ സ്പ്രെഡ്ഷീറ്റിലെ വൃത്തത്തിൻ്റെ ചുറ്റളവ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ മെഷർമെൻറ്റ് എറർ ഒക്കെ ഉണ്ടെന്ന കാര്യം കണക്കിലെടുത്താൽ ഏറെക്കുറെ ഇങ്ങനെയിരിക്കും. ഈ ഗ്രാഫിൽ നിന്ന് ചുറ്റളവും റേഡിയസും തമ്മിൽ ഒരു രേഖീയമായ അല്ലെങ്കിൽ ലീനിയറായ ബന്ധം ഉണ്ടെന്ന് വ്യക്തമാണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പും y-ഇൻ്റർസെപ്റ്റും കണ്ടുപിടിച്ചാൽ റേഡിയസും ചുറ്റളവും തമ്മിലുള്ള ബന്ധമായി. മെഷീൻ ലേണിംഗിൽ ഇത് മാത്തമാറ്റിക്സും ആൽഗോരിതംസും ഉപയോഗിച്ച് ചെയ്യുന്നു. അതായത് 2 പാരാമീറ്റേഴ്സ് സ്ലോപ്പും y-ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കുന്നത് മാത്തമാറ്റിക്സും ആൽഗോരിതംസും ഉപയോഗിച്ച് ചെയ്യുന്നു. ഈ 2 പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്നിരിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കാതെ തന്നെ ഏത് വൃത്തത്തിൻ്റെ ചുറ്റളവും നമുക്ക് കണ്ടുപിടിക്കാം. എന്നുവെച്ച് ഇത് മാത്രമല്ല മെഷീൻ ലേണിംഗ്, സിമ്പിളായ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട റൂൾ നമുക്ക് അറിയില്ല എങ്കിൽ റൂളിന് പകരം ഡാറ്റ ഇൻപുട്ടായി പ്രോഗ്രാമിന് കൊടുക്കുന്നു മെഷീൻ ലേണിംഗിൽ. ഈ ഡാറ്റയിൽ നിന്ന് റൂൾ മനസ്സിലാക്കി എടുക്കുകയാണ് മെഷീൻ ലേണിംഗിൽ ചെയ്യുന്നത്. ഇവിടെ ലേണിംഗ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ ലേണിംഗ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു മനുഷ്യൻ ഒരു പുസ്തകം വായിച്ച് പഠിക്കുന്ന പോലെ ആണോ? മുൻപ് പറഞ്ഞ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഉദാഹരണത്തിൽ റേഡിയസും ചുറ്റളവും തമ്മിലുള്ള അനുപാതം, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, കുറച്ച് മാത്തമാറ്റിക്സും ചില ആൽഗോരിതംസും ഉപയോഗിച്ച് മിനിമം എറർ വരുന്ന തരത്തിൽ ട്യൂൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉദാഹരണത്തിൽ മാത്രമല്ല, എല്ലാ മെഷീൻ ലേണിംഗിലും ഒന്നോ അതിൽ അധികമോ പാരാമീറ്റേഴ്സ് ട്യൂൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്റ്റിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു മനുഷ്യൻ പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നതോ പഠിക്കുന്നതോ പോലെ ഒന്നല്ല. ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വ്യക്തമാകും. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും ലളിതമായൊരു സങ്കല്പം എന്ന രീതിയിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പോലെ കാണുന്നതിൽ തെറ്റില്ല. ഇതിനു പുറമെ മെഷീൻ ലേണിംഗിൽ ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കിന് മനുഷ്യരിലെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനവുമായി സാദൃശ്യമുണ്ട് എന്നതും ശരിയാണ്. എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒരു അഡ്വാൻറ്റേജ് കൃത്യത, ആക്യുറസി കൂടുതലായിരിക്കും എന്നതാണ്.
എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് മിക്കവാറും മാത്തമാറ്റിക്സിലെയോ ഫിസിക്സിലെയോ പോലെ തെളിയിക്കപ്പെട്ട ഫോർമുല ആയിരിക്കും. ഇതിന് മെഷീൻ ലേണിങ്ങിനേക്കാൾ കൃത്യത കൂടുതലായിരിക്കും. ഔട്ട്പുട്ട് കൂടുതൽ പ്രെഡിക്റ്റബിൾ ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നത് മറ്റൊരു നേട്ടമാണ്. മറ്റൊരു മെച്ചം സിമ്പിൾ റിലേഷൻഷിപ്പോ ഫോർമുലയോ ഉപയോഗിക്കുമ്പോൾ കോഡിംഗ് കുറച്ചുകൂടി ഈസിയാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? മുൻപ് പറഞ്ഞ പോലെ ഉപയോഗിക്കേണ്ട റൂൾ അറിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ കോംപ്ലക്സ് ആയ സാഹചര്യങ്ങളിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം എന്നതാണ് അതിൻ്റെ ഉത്തരം. പലപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രോഗ്രാം പോലും എഴുതാൻ പ്രയാസമാണ്. ഉദാഹരണത്തിന് ഈവൺ നമ്പറും ഓഡ് നമ്പറും തിരിച്ചറിയുന്ന പോലെ എളുപ്പമല്ല പട്ടിയുടെയും പൂച്ചയുടെയും ഇമേജസ് തമ്മിൽ തിരിച്ചറിയുന്ന പ്രോഗ്രാം എഴുതാൻ. അപ്പോൾ പിന്നെ ഒരു ഓട്ടോണമസ് കാറിനെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമിൻ്റെ കാര്യം പറയാനില്ലല്ലോ. എന്നാൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് പട്ടിയുടെയും പൂച്ചയുടെയും എന്നല്ല ഏത് വ്യത്യസ്ത കാറ്റഗറിയിൽ ഉള്ള ഇമേജസും തിരിച്ചറിയാൻ താരതമ്യേന എളുപ്പമാണ്. ഈ മെഷീൻ ലേണിംഗ് കോഡ് കൂടുതൽ ജനറിക്കുമാണ്. അതായത് പട്ടിയെയും പൂച്ചയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് കോഡ് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കാക്കയെയും മയിലിനെയും തിരിച്ചറിയാനും ഉപയോഗിക്കാം. ഇൻപുട്ട് ഡാറ്റ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാകും. മറ്റൊരു ഉദാഹരണം ആണ് കൈകൊണ്ട് എഴുതിയ അക്ഷരങ്ങൾ, ഹാൻഡ് റിട്ടൺ ക്യാരക്ടേഴ്സ് തിരിച്ചറിയുക എന്നത്. നമുക്ക് ഇത് എളുപ്പമാണ്. എന്നാൽ കൈയെഴുത്ത് വായിക്കാൻ കഴിയുന്ന പ്രോഗ്രാം എഴുതുക പ്രയാസമാണ്. പക്ഷേ മെഷീൻ ലേണിങ്ങിന് ഇത് താരതമ്യേന എളുപ്പമാണ്. ജനറേറ്റീവ് AI ഉപയോഗിച്ച് ചെയ്യുന്ന പുതിയ ടെക്സ്റ്റും ഇമേജും എല്ലാം ഉണ്ടാക്കുന്നത് പോലുള്ള കാര്യങ്ങളും സാധാരണ പ്രോഗ്രാമിംഗ് കൊണ്ട് ചെയ്യാൻ വിഷമമാണ്. ചുരുക്കി പറഞ്ഞാൽ സാധാരണഗതിയിൽ പ്രോഗ്രാം ചെയ്യാൻ പ്രയാസമുള്ള സാഹചര്യത്തെ ഡാറ്റയും മാത്തമാറ്റിക്സും ആൽഗോരിതംസും ഉപയോഗിച്ച് മറികടക്കുന്ന രീതിയാണ് മെഷീൻ ലേണിംഗ്. ഈ പ്ലേലിസ്റ്റിലെ മറ്റു വീഡിയോകൾ കൂടി കാണുന്നത് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.